നേതാവ് കൃഷ്ണപ്രസാദ് കൂടി ചേരുന്നുണ്ട്. വളരെ കാലമായി ഡൽഹിയിലാണ് കൃഷ്ണപ്രസാദ് പ്രവർത്തിക്കുന്നത്. അപ്പം വലിയ സമരവേദികളിലൊക്കെ തന്നെ യെച്ചൂരി പങ്കെടുത്തുന്ന സമരവേദികൾ, ആ ഒരു ഓർമ്മകളൊക്കെ. ആദ്യമായിട്ട് ഞാൻ യെച്ചൂരിയുമായിട്ട് അടുത്ത് ബന്ധപ്പെടുന്നത് SFIയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ്. അന്ന് അദ്ദേഹം ഞാൻ 82-87 കാലഘട്ടങ്ങളിൽ ദേവരി കോളേജിൽ SFIയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുമ്പോൾ അദ്ദേഹം SFIയുടെ 84 മുതൽ 86 വരെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷം 86-ൽ ഞാൻ പങ്കെടുക്കുന്ന ആദ്യത്തെ വിജയവാഡ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം SFI പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിയുകയാണ്. അതേസമയം പാർട്ടിയുടെ ചുമതലയായി SFIയുടെ ചുമതല അദ്ദേഹത്താണ് ഉണ്ടായിരുന്നത്. 1992-93 SFIയുടെ മെമ്പർഷിപ്പിൽ കുറവുണ്ടാകുന്നുണ്ട്. അത് പ്രത്യേകിച്ചും സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച 90-ൽ, അതുപോലെ തന്നെ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, കാസ്റ്റ് പോളറൈസേഷൻ, ഇതെല്ലാം കൂടി SFIയുടെ അതുവരെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കുറവ് വരുന്നത്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിനാണ് SFIയുടെ ചുമതലയുള്ളത്. അന്ന് അദ്ദേഹം ഉൾപ്പെടെയുള്ള പൊളിറ്റ് ബ്യൂറോയുടെ തീരുമാനപ്രകാരം ഒരു കേഡർ കേരളത്തിൽ നിന്ന് SFIയുടെ കേന്ദ്രത്തിൽ വരണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ പാർട്ടി തീരുമാനപ്രകാരം ഞാൻ ഡൽഹിയിൽ വന്ന് 94-ൽ ചേരുന്ന സന്ദർഭം ഉണ്ടാകും. ആ സാഹചര്യം മുതലുള്ള SFIയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അന്ന് വളരെ ആവേശകരമായി സഖാവ് സീതാറാമിൻ്റെ വലിയ പങ്കാളിത്തം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രസംഗങ്ങൾ, സമ്മേളനങ്ങളിൽ ആളുകളെ കൃത്യമായൊരു ആശയവ്യക്തതയോടുകൂടി ഈ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയുടെയും ഈ ബാബറി മസ്ജിദിൻ്റെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർഗീയ ധ്രുവീകരണത്തിൻ്റെയും പശ്ചാത്തലത്തിലും SFIയെ തിരിച്ചു പിടിക്കാനും SFIയുടെ മെമ്പർഷിപ്പിലൊക്കെ ഉണ്ടായ കുറവ് പരിഹരിക്കാനും ഉത്തരേന്ത്യയിൽ ക്യാമ്പസുകൾ ഉൾപ്പെടെ SFIയുടെ വലിയൊരു മുന്നേറ്റത്തിന് എനിക്ക് പോകുന്നതിനും ആ കാലഘട്ടത്തിൽ സാധിച്ചതിൽ സഖാവ് സീതാറാമിൻ്റെ വലിയൊരു പങ്കുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് JNUവിൽ അന്ന് ഐസ ആണ് വിജയിക്കുന്നത്, SFI പരാജയപ്പെടുകയാണ്. അപ്പം അവിടെ ഐസയുടെ ജയിച്ചു വന്ന ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബീഹാറിൽ നിന്നുള്ള വിദ്യാർത്ഥി നേതാവ് ശിവാനിൽ വെച്ച് കൊല്ലപ്പെടുകയാണ്, വെടിയേറ്റ് മരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിഷയത്തിലുൾപ്പെടെ SFIയുടെ നേതൃത്വത്തിൽ JNUവിൽ വലിയ ഒരു ഐക്യസമരം, ഐസയും SFI ഉൾപ്പെടെ വിപുലമായ ഇടതുപക്ഷ ഐക്യത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ആ പ്രക്ഷോഭത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ SFI ആണ് അവിടെ വിജയിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ വിപുലമായ ഒരു ഐക്യത്തിലൂടെ ഒരു സെക്ടേറിയനിസത്തിൻ്റെതായ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തു വരാനും തങ്ങളുടെ എതിരാളികളായി നിന്നിരുന്ന ഐസ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകളുമായിട്ട് വിപുലമായ ഐക്യം സ്ഥാപിച്ചുകൊണ്ട് തന്നെ നേതൃത്വപരമായ വിധത്തിൽ SFIയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താനും ആ കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ SFIയുടെ പരിപാടി പുതുക്കുന്നത്, അത് 2000-ലാണ് SFIയുടെ പരിപാടി പുതുക്കുന്നത്. ആ പരിപാടി പുതുക്കുന്ന നടപടി ചെന്നൈയിലെ സമ്മേളനത്തിൽ വെച്ചെടുത്തു. അതിനുശേഷം കോഴിക്കോട് സമ്മേളനത്തിൽ വെച്ച് അത് അവതരിപ്പിച്ചു. ആസാമിൽ അത് പൂർത്തീകരിച്ചു. അപ്പോൾ SFIയുടെ ഒരു സോഷ്യലിസ്റ്റ് വിദ്യാഭ്യാസ നയം അത് അല്ല വേണ്ടത്, ഒരു ജനാധിപത്യ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നടക്കേണ്ടത് എന്നതാണ് അതിൻ്റെ ഉള്ളടക്കം. അപ്പോൾ അതിൽ വലിയ രൂപത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയെ തുടർന്ന് SFIയെ അവർ സോഷ്യലിസം കൈയൊഴിയുകയാണ് എന്ന രൂപത്തിലേക്കുള്ള വലിയ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രചരണങ്ങളിലെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഒരു ആശയവ്യക്തതയോടുകൂടി പ്രതിരോധിക്കുന്നതിൽ അത് പൊതുയോഗങ്ങളിലായാലും SFIയുടെ അഖിലേന്ത്യാ സമ്മേളനങ്ങളിലാണെങ്കിലും സീതാറാമിൻ്റെ വലിയൊരു പങ്കുണ്ട്. സീതാറാം തന്നെയാണ് ഈ പറഞ്ഞ ഒരു സോഷ്യലിസ്റ്റ് വിദ്യാഭ്യാസ നയം അല്ല, മറിച്ചൊരു ജനാധിപത്യ വിദ്യാഭ്യാസ നയമാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം. കാരണം ഇവിടെ വിപ്ലവകരമായ മാറ്റത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവമല്ല, മറിച്ചൊരു ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ഘട്ടമാണ് പൂർത്തീകരിക്കേണ്ടത്. അതുകൊണ്ട് SFIയും ഒരു ജനാധിപത്യ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ബദൽ നയമാണ് മുന്നോട്ട് വെക്കേണ്ടത് എന്നത് വളരെ കൃത്യമായി ആളുകളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ, പ്രത്യേകിച്ചും SFIയുടെ വിദ്യാർത്ഥികൾ അവർ പ്രായമായി വരുന്ന പക്വതയായി വരുന്നവരാണ്, അവരെല്ലാം വഴിതെറ്റിക്കാൻ എളുപ്പമാണ് വലിയ പ്രചരണം വരുമ്പോൾ. ആ ഒരു ഐഡിയോളജിക്കൽ സ്ട്രഗിൾ, ആ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു സമരത്തിൽ സീതാറാമിൻ്റെ വലിയ പങ്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് യാതൊരു പരിക്കും ഏൽക്കാതെ SFIയെ സംരക്ഷിക്കുന്നതിലും പരിപാടി കാലോചിതമായി പുതുക്കുന്നതിലും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമെല്ലാം വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ ഇപ്പോൾ കാർഷിക മേഖലയിൽ നടക്കുന്ന മാറ്റങ്ങൾ, ആ കാർഷിക മേഖലയിൽ നടക്കുന്ന മാറ്റങ്ങളിലും കർഷകരുടെ ഈ കാർഷിക പ്രതിസന്ധി, അതിലെ മുഖ്യ വൈരുദ്ധ്യങ്ങൾ എന്താണ്, എന്ത് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട്ടിൽ നടന്നൊരു സെമിനാർ,
അത് അഖിലേന്ത്യാ കർഷക സംഘവും അതുപോലെ കിസാൻ സഭയും അതുപോലെ അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയനും ഒരുമിച്ചാണ് ആ സെമിനാർ നടക്കുന്നത്. അതിൽ 4 PB അംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട്, അതുപോലെ കിസാൻ സഭയുടെ അധ്യക്ഷനായിരുന്ന സഖാവ് എസ് രാമേന്ദ്രപിള്ള, അതുപോലെ സഖാവ് കെ വരദരാജൻ, സീതാറാം യെച്ചൂരി, ഇങ്ങനെ 4 PB അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ടാണ് ആ സെമിനാർ നടന്നത്. അത് 2009 2008 അമേരിക്കയിലെ സാമ്പത്തിക തകർച്ച, അവിടുത്തെ ഈ പറഞ്ഞ ബബിളുകളെല്ലാം പൊട്ടി ഒരു വലിയ സിസ്റ്റമിക് ക്രൈസിസിലേക്ക്, ഒരു വ്യവസ്ഥാ പ്രതിസന്ധിയിലേക്ക് ലോക മുതലാളിത്തം വരുന്നു എന്ന പശ്ചാത്തലത്തിലാണ് കാർഷിക മേഖലയിലെ മുഖ്യ വൈരുദ്ധ്യങ്ങളെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ. അതിൽ സഖാവ് സീതാറാം പങ്കെടുത്ത സെഷൻ, ആ സെഷൻ വളരെ വലിയ ആശയവ്യക്തതയാണ് കാർഷിക മേഖലയിലെ മുന്നണിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് പ്രധാനപ്പെട്ട 4 വൈരുദ്ധ്യങ്ങൾ, ലോകത്തുള്ള വൈരുദ്ധ്യങ്ങളിൽ ഇപ്പോൾ മൂർച്ഛിച്ചു വരുന്ന വൈരുദ്ധ്യം അത് സാമ്രാജ്യത്വവും മൂന്നാം ലോക രാജ്യങ്ങളിലെ ജനങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കാർഷിക മേഖലയിൽ നവോദാരവൽക്കരണത്തിൻ്റെതായ ഈ കാലഘട്ടത്തിൽ കോർപ്പറേറ്റുകൾക്കെതിരെ വൻകിട ഭൂപ്രഭുക്കൾ ഒഴികെയുള്ള എല്ലാ കർഷക ജനവിഭാഗങ്ങളും ഒരുമിക്കുക എന്നതിലുള്ള ഒരു വൈരുദ്ധ്യം, ആ വൈരുദ്ധ്യമാണ് കാർഷിക മേഖലയിലെ മുഖ്യ വൈരുദ്ധ്യമായി നമ്മൾ എടുക്കേണ്ടത് എന്നതിൽ ആശയവ്യക്തത വരുത്തുന്നതിൽ സഖാവ് മുൻകൈയെടുത്ത സെഷൻ, സഖാവ് അധ്യക്ഷത വഹിച്ച സെഷനിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ പാർട്ടിയുടെ ടാക്ടിക്കൽ ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് അത് വളരെ കൃത്യത വരുത്തുന്നതിൽ 2009 നമുക്ക് കഴിഞ്ഞു. അതിനുശേഷമുള്ള കാലഘട്ടത്തിലെ കാർഷിക മേഖലയിലെ സമരങ്ങളെടുത്താൽ നമുക്കതിൻ്റെ നേട്ടങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. 2009 ആ സെമിനാറിന് ശേഷമാണ് കിസാൻ സഭയുടെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഇഷ്യൂ ബേസ്ഡായ യൂണിറ്റി, പ്രശ്നാധിഷ്ഠിതമായ ഐക്യം എന്ന രൂപത്തിലേക്ക് എല്ലാ കർഷകരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും 2014 മുതൽ ഇപ്പോൾ 2024 വരെയുള്ള കഴിഞ്ഞ 10 വർഷത്തെ മോഡി സർക്കാരിൻ്റെ കീഴിൽ സംയുക്ത കിസാൻ മോർച്ച ഉൾപ്പെടെ രൂപപ്പെട്ടു വരുന്നതും, ആ സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിലുള്ള ഐക്യം അത് തൊഴിലാളികളുമായി ചേർന്ന് തൊഴിലാളി കർഷക ഐക്യമായി രൂപപ്പെട്ടു വരുന്നതും, ഈ തൊഴിലാളികളുടെയും കർഷകരുടെയും ഐക്യമാണ് നമ്മുടെ കാർഷിക വിപ്ലവത്തിൻ്റെ അടിത്തറയായി പ്രവർത്തിക്കുക. ഈ കാർഷിക വിപ്ലവമാണ് പാർട്ടി പരിപാടിയിലെ ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്ന ആ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ അച്ചുതണ്ടായി പ്രവർത്തിക്കുന്നത് കാർഷിക വിപ്ലവമാണ്. ആ കാർഷിക വിപ്ലവത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള ശേഷിയിലേക്ക് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനകത്ത് കർഷക മുന്നണിയും അതുപോലെ തൊഴിലാളി മുന്നണിയും ആ മേഖലയിലെ പ്രവർത്തകരും ഇപ്പോൾ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇന്ന് ഇന്ത്യയിൽ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തെ ഉൾപ്പെടെ ഇന്ന് നമ്മൾ കാണുന്ന പോലെ വർഗപരമായ മുദ്രാവാക്യങ്ങളിലൂടെ വർഗീയതയുടെ സ്വാധീനത്തിൽ നിന്ന് കർഷകരെയും തൊഴിലാളികളെയും മോചിപ്പിക്കാനും, അതുപോലെ BJPയുടെയും അതുപോലെ NDAയുടെയും എതിരായിട്ടുള്ള വിപുലമായ പ്രതിപക്ഷ മുന്നണി വികസിപ്പിച്ചെടുക്കുന്നതിലും ഈ വർഗ രാഷ്ട്രീയമാണ് നമ്മളെ പങ്കുവഹിക്കുന്നത്. ആ അർത്ഥത്തിൽ വലിയ രൂപത്തിൽ തൊഴിലാളികളുടെയും കർഷകരുടെയും ഐക്യം വികസിപ്പിച്ചെടുക്കുന്നതിലും കർഷകരുടെ പ്രക്ഷോഭങ്ങൾ രാജ്യവ്യാപകമായി തന്നെ വികസിപ്പിച്ചെടുക്കുന്നതിലും ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണ ഉറപ്പുവരുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ സഖാവിൻ്റെ ഈ വിയോഗമുണ്ടാകുന്നത്. ഈ പശ്ചാത്തലത്തിലും സഖാവിൻ്റെ ആ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ വിദ്യാർത്ഥി മുന്നണിയിലും ഇപ്പോൾ കർഷക മുന്നണിയിലും കർഷക തൊഴിലാളി മുന്നണിയിലുമുള്ള ഈ മുന്നേറ്റം തീർച്ചയായും സഖാവിൻ്റെ അഭാവത്തിലും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വം. അതാണ് നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളെ രാജ്യവ്യാപകമായി ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുക. അതിൽ കൃത്യമായ ആശയ വ്യക്തതയോടുകൂടി ഇടപെട്ടു എന്നുള്ളതാണ് സഖാവ് സീതാറാം യെച്ചൂരിയുടെ ചരിത്രത്തിലെ പ്രാധാന്യവും പ്രസക്തിയും.